So ethylene on hydrolysis gives ethanol. Ethylene is a symmetrical alkene. That means double bond in the രണ്ട് സൈഡിലുള്ള കാർബൺ ആറ്റത്തിലുള്ള ഹൈഡ്രജൻ ആറ്റംസിൻ്റെ എണ്ണം ഈക്വൽ ആണ്. CH2 ഡബിൾ ബോണ്ട് CH2. അപ്പോൾ നമുക്ക് കിട്ടി ഒരു അത് ആ എത്തിലീൻ ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ വാട്ടർ ആഡ് ചെയ്യുന്നു. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എച്ചും ഒ എച്ചും ആഡ് ചെയ്യുന്നു. ഒരു കാർബൺ ആറ്റത്തിലേക്ക് എച്ചും മറ്റേ കാർബൺ ആറ്റത്തിലേക്ക് ഒ എച്ചും ആഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പ്രൊപ്പീൻ ദിസ് കോമ്പൗണ്ട് CH3 CH double bond CH2 which is also an alkene. Next higher homologue of ethylene on acid hydrolysis ഏതാണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്? ഹൈഡ്രോളിസിസിൽ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവും. ബ്രേക്ക് ആയിട്ട് ഒരു കാർബൺ ആറ്റത്തിലേക്ക് H പ്ലസും മറ്റേ കാർബൺ ആറ്റത്തിലേക്ക് OH മൈനസും ആഡ് ചെയ്യുന്നു. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എച്ചും ഒ എച്ചും ആഡ് ചെയ്യുന്നു. ഈ ബോണ്ട് ബ്രേക്കായി. സപ്പോസ് ഈ കാർബൺ ആറ്റത്തിലേക്ക് എച്ച് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താ പ്രൊഡക്റ്റ് കിട്ടുക? CH3 CH2. ഈ കാർബൺ ആറ്റത്തിലേക്ക് OH ആഡ് ചെയ്യുന്നു. സോ വി ഗെറ്റ് CH3 CH2 CH2 OH. ദിസ് പ്രൊഡക്റ്റ് CH3 CH2 CH2 OH വിച്ച് ഇസ് നോർമൽ പ്രൊപ്പൈൽ ആൽക്കഹോൾ. ഒരു ചാൻസും കൂടി ഉണ്ട്. ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റം ഈ കാർബണിലേക്കും OH ഗ്രൂപ്പ് ഈ കാർബൺ ആറ്റത്തിലേക്കും പോകുന്നു. സോ എന്താ പ്രൊഡക്റ്റ് കിട്ടുക? CH3 CHOH CH3. ദിസ് വൺ. ഇതേതാ പ്രൊഡക്റ്റ്? ഐസോ പ്രൊപ്പൈൽ ആൽക്കഹോൾ CH3 2 CHOH. അല്ലെങ്കിൽ IUPAC നെയിം പറയുകയാണെങ്കിൽ പ്രൊപ്പാൻ 2-ol. ഇതിൽ കൂടുതലും കിട്ടുന്നത് ഈ പ്രൊഡക്റ്റാണ്. ദറ്റ് ഈസ് മേജർ പ്രൊഡക്റ്റ് ഈസ് പ്രൊപ്പാൻ 2-ol. പ്രൊപ്പാൻ 1-ol അല്ല. എന്തായിരിക്കും അതിനുള്ള റീസൺ? ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുള്ള അഡീഷൻ റിയാക്ഷനാണിത്. അതായത് ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് അൺസിമെട്രിക്കൽ റിയേജൻ്റ് ആഡ് ചെയ്യുന്നു. അൺസിമെട്രിക്കൽ റിയേജൻ്റ് ഈസ് H പ്ലസ് OH മൈനസ്. H പ്ലസ് OH മൈനസ് എന്ന് എഴുതാം നമുക്ക് വാട്ടറിനെ. ആഡ് ചെയ്യുമ്പോൾ negative part of the addendum, that is OH minus, goes to that carbon atom having fewer number of hydrogen atom. അല്ലെങ്കിൽ പറയാം ഹൈഡ്രജൻ കൂടുതലുള്ള കാർബൺ ആറ്റത്തിലേക്ക് ഹൈഡ്രജൻ മൂവ് ചെയ്യുന്നു. ഈ റൂള് ഏതാണ്? ഇറ്റ് ഈസ് മാർക്കോനിക്കോവ്സ് റൂൾ. സോ മാർക്കോനിക്കോവ്സ് റൂൾ എന്താ പറയുന്നത്? വെൻ ആൻ അൺസിമെട്രിക്കൽ റിയേജൻ is added to an unsymmetrical alkene, the negative part of the addendum goes to that carbon atom having fewer number of hydrogen atom, or hydrogen goes to that carbon atom having more number of hydrogen atom. അപ്പോൾ ഈ മാർക്കോനിക്കോവ്സ് അഡീഷൻ ആണ് ഈ കേസിൽ നടക്കുന്നത്. അതായത് ആസിഡ് ഹൈഡ്രോളിസിസ് ഓഫ് ആൽക്കീൻസ് ടേക്സ് പ്ലേസ് ഇൻ അക്കോർഡൻസ് വിത്ത് മാർക്കോനിക്കോവ്സ് റൂൾ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റിയാക്ഷൻ എഴുതാം. ജസ്റ്റ് ചെക്ക് ചെയ്യുക ഡബിൾ ബോണ്ടിൻ്റെ രണ്ട് സൈഡിലുള്ള കാർബൺ ആറ്റം. ആ കാർബൺ ആറ്റത്തിൽ ഏതിലാണോ കുറവ് ഹൈഡ്രജൻ ഉള്ളത് അവിടേക്ക് നെഗറ്റീവ് പാർട്ടും കൂടുതൽ ഹൈഡ്രജനുള്ള ഭാഗത്തേക്ക് ഹൈഡ്രജനും മൂവ് ചെയ്യും. സോ നമുക്ക് കിട്ടുന്നത് ദിസ് വൺ ആസ് ദ മേജർ പ്രൊഡക്റ്റ്. സോ മറ്റേത് വളരെ ചെറിയൊരു എമൗണ്ട് ഉണ്ടാവുള്ളൂ 98% കിട്ടുന്നത് പ്രൊപ്പാൻ 2-ol ആണ്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. പ്രൊപ്പീൻ ഓൺ ആസിഡ് ഹൈഡ്രോളിസിസ്. അപ്പോൾ ഇൻ പ്രസൻസ് ഓഫ് ആസിഡ് ആണെങ്കിലാണ് ഈ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി ആൽക്കീനിൽ നിന്ന് ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു മെത്തേഡും കൂടിയുണ്ട്. ദ സെക്കൻഡ് മെത്തേഡ് ഈസ് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. ഇവിടെ അത് ആൽക്കീനിലേക്ക് വാട്ടറിന് പകരം നമ്മൾ ആഡ് ചെയ്യുന്നത് ഡൈബോറൈൻ ആണ്. ഇൻ ഹൈഡ്രോബോറേഷൻ വാട്ട് വി ആർ ആഡിങ് ഈസ് ഡൈബോറൈൻ. ഡൈബോറൈൻ ഈസ് B2H6. പി ബ്ലോക്കിൽ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് ഡൈബോറൈൻ. ഈ ഡൈബോറൈനെ നമുക്ക് വേണമെങ്കിൽ BH3 ട്വൈസ് എന്ന് എഴുതാലോ. B2H6നെ BH3 ട്വൈസിനെ ഞാൻ ഒന്നും കൂടി സ്പ്ലിറ്റ് ചെയ്യുന്നു. HBH2 ട്വൈസ് ആക്കി എഴുതുന്നു. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷനാണ് ഇവിടെ നടക്കുന്നത്. സോ ഇവിടെ നോക്കി നോക്കൂ. പ്രൊപ്പീൻ തന്നെ ഡൈബോറൈൻ ആഡ് ചെയ്യുമ്പോൾ രണ്ട് പാർട്ട്, ഒന്ന് എച്ചും ഒന്ന് BH2 ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയിട്ട്
ഹൈഡ്രജൻ കുറവുള്ള ഭാഗത്തേക്ക് ഹൈഡ്രജൻ മൂവ് ചെയ്യുന്നു നോക്കൂ. സോ CH2, CH3, CH2 ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് മറ്റേ ഭാഗത്തേക്ക് BH2 ആഡ് ചെയ്യുന്നു. ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടി. ഇനി ഇതിലേക്ക് വീണ്ടും 1 മോളിക്യൂൾ പ്രൊപ്പീൻ ആഡ് ചെയ്യുന്നു. ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവുന്നു. ഈ ഹൈഡ്രജനിലേക്ക് BH2-ലെ ഒരു ഹൈഡ്രജൻ മൂവ് ചെയ്യുന്നു. സോ സെയിം ഇവിടെ കിട്ടുന്നു CH3, CH2, CH2. ഇതിലത്തെ H പോയി കഴിഞ്ഞു, ബാക്കിയുള്ളത് BH. ഇവിടുത്തെ ഈ പ്രൊഡക്റ്റും കൂടെ ഉണ്ട്. സോ CH3, CH2, CH2 ട്വൈസ് BH വരില്ലേ? അങ്ങനെ വന്നു. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യുന്നു? വീണ്ടും 1 മോളിക്യൂൾ പ്രൊപ്പീൻ ആഡ് ചെയ്യുന്നു. 1 മോളിക്യൂൾ പ്രൊപ്പീൻ. ദിസ് ഈസ് ഡൈ ആൽക്കൈൽ ബോറേൻ എന്ന് പറയാം നമുക്ക്. വീണ്ടും പ്രൊപ്പീൻ മോളിക്യൂൾ എഗെയിൻ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവുന്നു. ഇവിടേക്ക് ഹൈഡ്രജൻ വരുന്നു. സോ വാട്ട് വി ഗെറ്റ് ഈസ് CH3, CH2, CH2 ഒരെണ്ണം കൂടിയും വരുന്നു. സോ CH3, CH2, CH2 ത്രൈസ് ആയിട്ട് മാറുന്നു. ഇതിലത്തെ ഹൈഡ്രജനാണ് ഇവിടെ യൂസ് ചെയ്തത്, ബാക്കി ബോറോൺ. സോ വാട്ട് വി ഗെറ്റ് ഈസ് ട്രൈ ആൽക്കൈൽ ബോറേൻ. CH3, CH2, CH2 ത്രൈസ് B, ട്രൈ പ്രൊപ്പൈൽ ബോറേൻ എന്നുള്ള പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ നെക്സ്റ്റ് നടക്കുന്നത് ഇൻ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണ്. ഇത് പല സ്റ്റെപ്സുകളും കാണിക്കുന്നു. പക്ഷേ ഇത് റിയാക്ഷൻ എന്ന് പറയുന്നത് ബോറേനും ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ വാട്ടർ ആൻഡ് ആൽക്കലി സോഡിയം ഹൈഡ്രോക്സൈഡ്, ഡൈല്യൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ പ്രസൻസിലും എന്താണ് ഇവിടെ നടക്കുന്നത്? 3 മോളിക്യൂൾസ് ഓഫ് CH3, CH2, CH2 OH is formed. ആൻഡ് ബാക്കി എന്ത് വരുന്നു? BOH ത്രൈസും വരുന്നു. BOH ത്രൈസും വരുന്നു. സോ ഇവിടെ കിട്ടിയത് നോർമൽ പ്രൊപ്പൈൽ ആൽക്കഹോളാണ്. ആസിഡ് ഹൈഡ്രോളിസിസ് നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷനിൽ നമുക്ക് കിട്ടുന്നത് നോർമൽ പ്രൊപ്പൈൽ ആൽക്കഹോൾ. അതാണ് മേജർ പ്രൊഡക്റ്റ് വരുന്നത് ഇവിടെ. ഈ കേസിൽ വന്നത് പ്രൊപ്പാൻ ടൂവോൾ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളാണ് മേജർ പ്രൊഡക്റ്റ് വന്നത്. ഇവിടെ നോർമൽ പ്രൊപ്പൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ പ്രൊപ്പാൻ വണോളാണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി നോക്കി നോക്കൂ, ഇവിടെ എന്തായാലും നോർമൽ പ്രൊപ്പൈൽ ആൽക്കഹോൾ ആയ കാരണം OH ഗ്രൂപ്പ് ഇതിലേക്ക് വരുന്നു, ഹൈഡ്രജൻ ഇവിടേക്ക് വരുന്നു. ഹൈഡ്രജൻ കുറവുള്ള ഭാഗത്തേക്ക് പോകുന്നത് മാർക്കോനിക്കോവ്സ് റൂളിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ദാറ്റ് ഈസ് ദിസ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ അക്കോർഡൻസ് വിത്ത് ആൻറ്റി മാർക്കോനിക്കോവ്സ് റൂൾ. അപ്പോൾ നമുക്ക് പ്രൊപ്പീൻ ഓൺ ആസിഡ് ഹൈഡ്രോളിസിസ് വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊപ്പാൻ ടൂവോൾ എന്ന് പറയണം. ബൈ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷനിൽ ഏതാണ് പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊപ്പാൻ വണ്ണോൾ ഇസ് ദ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയണം. രണ്ടും കൃത്യമായിട്ട് വ്യത്യാസം അറിഞ്ഞിരിക്കണം. ഇവിടെ വരുന്നത് മാർക്കോനിക്കോവ്സ് റൂളാണെങ്കിൽ ഇവിടെ ആൻറ്റി മാർക്കോനിക്കോവ്സ് റൂളാണ് വരുന്നത്. ആസിഡ് ഹൈഡ്രോളിസിസിൽ മാർക്കോനിക്കോവ്സും ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷനിൽ ആൻറ്റി മാർക്കോനിക്കോവ്സ് റൂളാണ് ഫോളോ ചെയ്യുന്നത്. So these are the two methods for preparing alcohols from alkenes. So ഒരു കോമ്പൗണ്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞു it can be prepared from carbonyl compounds also. So second method of preparation is from carbonyl compounds. എന്താണ് carbonyl compounds? എക്സാമ്പിൾ ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്, എസ്റ്റേഴ്സ് ഒക്കെ കാർബണിൽ കോമ്പൗണ്ട്സ് ആണ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? ഓൾ ഓഫ് ദം ഹാവ് C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് ഇൻ ദം. C ഡബിൾ ബോണ്ടോ. ഫോർ എക്സാമ്പിൾ സി ദിസ്, നിങ്ങൾക്കറിയാം ഇത് ആൽഡിഹൈഡിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. CHO, RCHO ഈസ് ആൻ ആൽഡിഹൈഡ്. അതിന് കാർബണിൽ ഗ്രൂപ്പ് ഉണ്ട്. കാർബണിൽ ഗ്രൂപ്പുള്ള കോമ്പൗണ്ട്സിൽ നിന്ന് നമുക്ക് ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യാം. അതിനുള്ള ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ എങ്ങനെയാണ് RCHO ആൽക്കഹോളായിട്ട് മാറുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ റിയേജൻറ്റ് ഏതാ വേണ്ടതെന്ന് പെട്ടെന്ന് പറയാൻ കഴിയും. RCHO സപ്പോസ് ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവുന്നു. ബ്രേക്കായിട്ട് ഓക്സിജനിലേക്ക് ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു, ഈ കാർബണിലേക്ക് ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. ഈ കാർബൺ CH ആണ്, RCH. ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ RCH2. ഇതിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു, RCH2OH. ആൽക്കഹോളായി മാറി, ഒരു പ്രൈമറി ആൽക്കഹോളായിട്ട് മാറി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തത് ഹൈഡ്രജനാണ്.
ഹൈഡ്രജൻ്റെ അഡീഷനെ നമ്മൾ പറയുന്നത് റിഡക്ഷൻ എന്നാണ്. സോ ആൽഡിഹൈഡിനെ ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉള്ള മെത്തേഡ് എന്താണ്? റിഡക്ഷൻ ആണ്. ഒരു റിഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യണമെങ്കിൽ ഒരു റെഡ്യൂസിങ് ഏജൻറ്റ് വേണം. ഇവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റെഡ്യൂസിങ് ഏജൻ്റാണ് certain metals like nickel, platinum or palladium. Hydrogen in presence of nickel, platinum or palladium is a very good reducing agent. Hydrogen in presence of metallic catalyst എന്ന് പറയാം ഇതിന്. ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ, പ്ലാറ്റിനം ഓർ പലേഡിയം ഏത് മെറ്റൽ വേണമെങ്കിൽ ആവാം ആണെങ്കിൽ നമുക്ക് പ്രൈമറി ആൽക്കഹോൾ കിട്ടുന്നു. സോ കാർബണിൽ കോമ്പൗണ്ട്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ആൽക്കഹോൾസ് ബൈ റിഡക്ഷൻ. The common reducing agent is metal catalyst, which is nickel, platinum or palladium in presence, hydrogen in presence of nickel, platinum or palladium. ഇനി വേറെ റെഡ്യൂസിങ് ഏജൻസും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദേ ആർ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഓർ സോഡിയം ബോറോഹൈഡ്രൈഡ്. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജൻസ് ആണ്. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് LiAlH4 അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സോഡിയം ബോറോഹൈഡ്രൈഡ് NaBH4. ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ റെഡ്യൂസിങ് ഏജൻറ്റ്സ്. സോ an aldehyde നമ്മളിവിടെ എഴുതി കഴിഞ്ഞു. ആൽഡിഹൈഡ് ഓൺ റിഡക്ഷൻ ഗിവ്സ് പ്രൈമറി ആൽക്കഹോൾ. ഇനി നമുക്ക് വേറൊരു കാർബണിൽ കോമ്പൗണ്ട് ആൽഡിഹൈഡിൻ്റെ ഒപ്പം തന്നെ പറയുന്നതാണ് കീറ്റോൺ. കീറ്റോൺ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് നമുക്ക് മേജർ പ്രൊഡക്റ്റ് കിട്ടുക എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. കീറ്റോൺ നിങ്ങൾക്കറിയാം ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് C+O. ഈ C+, രണ്ട് സൈഡിലും എന്ത് വരുന്നുണ്ട്? ആൽക്കൈൽ ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. ഇതൊരു കീറ്റോൺ ആണ്. ഈ കീറ്റോണിലേക്ക് ഹൈഡ്രജൻ ദാറ്റ് ഈസ് റിഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നു. ദ സെയിം കാറ്റലിസ്റ്റ് നിക്കൽ, പ്ലാറ്റിനം ഓർ പലേഡിയം, ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം ഗിവ്സ് എന്തായിരിക്കും പ്രൊഡക്റ്റ്? ഹിയർ ഓൾസോ ദിസ് ഡബിൾ ബോണ്ട് ബ്രേക്സ് ആൻഡ് എന്താ പ്രൊഡക്റ്റ് കിട്ടുക? RCOH. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ ഇവിടെയും എച്ച് ആഡ് ചെയ്യും, ഇവിടെയും എച്ച് ആഡ് ചെയ്യും. See, now this is a secondary alcohol. RCHOHR. That is OH carrying carbon atom is bonded to two other carbon atoms. Hence, it is a secondary alcohol. So, from this we can understand that any aldehyde on reduction gives a primary alcohol and a ketone on reduction gives secondary alcohol. ഇനി വേറൊരു കാർബണിൽ കോമ്പൗണ്ട് ആണ് RCOOH. What is this? It is a carboxylic acid, RCOOH. Which on reduction? Usually this reduction is carried out in presence of LiAlH4, lithium aluminum hydride. It is the best reducing agent for carboxylic acid, and if we use lithium aluminum hydride we get alcohol in better yield. Yield കൂടുതലായിരിക്കും ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ആസിഡ്സിനുള്ള ബെസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് ഇസ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. സോ വിച്ച് ദിസ് ആസിഡ് ഓൺ റിഡക്ഷൻ ഗിവ്സ് R and this carbon becomes CH2. RCH2OH is obtained and extra oxygen water ആയിട്ട് removed ആവും. So RCH2OH is obtained. So this carboxylic acid on reduction also gives a primary alcohol. Primary alcohol തന്നെയാണ് കിട്ടുന്നത്. ആൽഡിഹൈഡ്സും പ്രൈമറി ആൽക്കഹോൾ തന്നു, കീറ്റോൺസ് സെക്കൻഡറി ആൽക്കഹോൾസ് ആണ് തന്നത്. പക്ഷേ ഈ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ദിസ് കാറ്റലിസ്റ്റ് ഇസ് ആൻ എക്സ്പെൻസീവ് കാറ്റലിസ്റ്റ്. അത് കാരണം കോമൺലി അത്ര അത്യാവശ്യമുള്ളപ്പോൾ മാത്രമാണ് നമ്മൾ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുവെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ കാർബോക്സിലിക് ആസിഡിനെ വേറെ ഏതെങ്കിലും ഒരു ആൽക്കഹോൾ വെച്ച് ട്രീറ്റ് ചെയ്യും ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു RCOOR'. RCOOR' ആക്കി മാറ്റും. ദിസ് ഈസ് എസ്റ്റർ.
ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്ന ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എസ്റ്ററാണ്. ROH ആണ് ആൽക്കഹോള്. R' ഈ ആറും ഡിഫറെൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി R ഇട്ടെന്ന് മാത്രം. സെയിം ആയാലും കുഴപ്പമൊന്നുമില്ല. R'OH. അപ്പോൾ നമുക്ക് RCOOR' വിച്ച് ഇസ് എൻ എസ്റ്റർ. ഇനി ഈ എസ്റ്ററിനെ നമുക്ക് യൂഷ്വൽ മെറ്റൽ റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ അത്ര അത് എക്സ്പെൻസീവ് ആയിരിക്കില്ല. സോ RCOOR' on reduction in presence of nickel catalyst, nickel, platinum or palladium gives നമുക്ക് എന്തായിരിക്കും RCH2OH. നമുക്ക് ആവശ്യമുള്ള ആൽക്കഹോൾ കിട്ടും. RCH2OH ആൻഡ് R'OH അത് നമുക്ക് തിരിച്ച് കിട്ടും. നമ്മളിവിടെ എസ്റ്റർ ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിച്ച ആൽക്കഹോൾ റിയാക്ഷൻ്റെ അവസാനം തിരിച്ചു കിട്ടുകയും ചെയ്യും. ഈ റിയാക്ഷന് പറയുന്ന പേര് എസ്റ്ററിഫിക്കേഷൻ എന്നാണ്. എസ്റ്റർ ഫോം ചെയ്യുന്ന റിയാക്ഷൻ. എങ്ങനെയാണ് എസ്റ്റർ ഫോം ചെയ്യുന്നത്? വെൻ എ കാർബോക്സിലിക് ആസിഡ് റിയാക്ട്സ് വിത്ത് ആൻ ആൽക്കഹോൾ ആൻഡ് എസ്റ്റർ ഈസ് ഫോംഡ്. എന്തിനാണ് എസ്റ്റർ ആക്കി മാറ്റിയത്? കാർബോക്സിലിക് ആസിഡിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ബെസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ് ആണ്. അത് എക്സ്പെൻസീവാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ എസ്റ്ററാക്കി കൺവേർട്ട് ചെയ്യുന്നു. വാട്ട് ഈസ് എസ്റ്ററിഫിക്കേഷൻ? റിയാക്ഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ് വിത്ത് alcohol forming ester is called esterification reaction. This ester reduction in presence of nickel or metal catalyst gives a primary alcohol. So ഇതാണ് കാർബണിൽ കോമ്പൗണ്ട്സിൽ നിന്ന് ബൈ റിഡക്ഷൻ ആൽക്കഹോൾ ഫോം ചെയ്യുന്നത്. അതിനുള്ള മെത്തേഡാണിത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ബൈ യൂസിങ് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആണ്. ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എന്നുള്ളത് ഇതിന് മുമ്പത്തെ ചാപ്റ്ററിലും ഫസ്റ്റ് ഇയറിലും ഒക്കെ നമ്മൾ പഠിച്ചു. ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി റെപ്രസെൻ്റ് ചെയ്യുന്നത് RMgX എന്നാണ്. RMgX ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രിഗ്നാർഡ് റിയേജൻ്റ്. എങ്ങനെയാണ് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ഫോം ചെയ്യുക? വെൻ ആൻ ആൽക്കൈൽ ഹാലൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് മെഗ്നീഷ്യം ഇൻ ഈഥർ മീഡിയം ഗീവ്സ് ഗ്രിഗ്നാർഡ് റിയേജൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയേജൻ്റാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ഒരുപാട് പുതിയ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അത് കാരണം ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് ആൻ ആൽക്കൈൽ ഹാലൈഡ് വിത്ത് മെഗ്നീഷ്യം മെറ്റൽ ഇൻ ഈഥർ മീഡിയം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് കിട്ടുന്നു. ഇനി ഈ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ നോക്കേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിൽ നിന്ന് തന്നെയാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഉപയോഗിച്ച് നമ്മൾ ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഫോമാൽഡിഹൈഡ് എടുക്കാം. ഫോമാൽഡിഹൈഡ് HCHO. ദിസ് ഈസ് ഫോമാൽഡിഹൈഡ്. ഈ ഫോമാൽഡിഹൈഡിനെ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഗ്രിഗ്നാർഡ് റിയേജൻ്റ് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ റിയാക്ഷനും ഒരുപോലെ തന്നെയാണ്. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവും. എപ്പോഴും ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലാണ്. ഈ ബോണ്ട് ബ്രേക്ക് ആയിട്ട് ഇതിന് ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജും ഇതിന് സ്ലൈറ്റ് പോസിറ്റീവ് ചാർജുമാണ് ഉള്ളത്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജുള്ള ഭാഗം ഓക്സിജനോട് ബോണ്ടഡ് ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്നു HCH. ഇവിടേക്ക് O, ഈ ബോണ്ട് ബ്രേക്കായി. അതിലേക്ക് MgX എന്നുള്ള പാർട്ട് വരുന്നു. ബാക്കി R എവിടെ ബോണ്ട് ചെയ്യുന്നു? ഈ കാർബണിലേക്ക് ബോണ്ട് ചെയ്യുന്നു. സോ ഇങ്ങനൊരു അഡക്റ്റ് ഫോം ചെയ്യുന്നു. അതായത് ഇതിലെ കംപ്ലീറ്റ് ആറ്റംസും ഈ പ്രൊഡക്റ്റിലുണ്ട്. അതിനെ നമുക്ക് ഒരു അഡക്റ്റ് എന്ന് വിളിക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ കോമ്പൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈഡ്രൈസ് ചെയ്യുന്നു. സോ വാട്ട് വി ഗെറ്റ് ഈസ്, നോക്കൂ, RCH2 നമുക്ക് കിട്ടുന്നു. RCH2OH. RCH2OH പ്ലസ് ബാക്കി അവിടെ MgX കിടക്കുന്നുണ്ട്. ഇവിടെ OH ഉണ്ട്. Mg2 ആണ് വാലൻസി. 1 വാലൻസി സാറ്റിസ്ഫൈഡ് വിത്ത് OH ആൻഡ് അതർ 1 X. MgOHX എന്നുള്ളൊരു പ്രൊഡക്റ്റും കൂടി ഉണ്ടാവുന്നു. ദിസ് ഈസ് നമ്മളുടെ റിക്വയർഡ് പ്രൊഡക്റ്റ് ഇതാണ്.
RCH2OH which is a primary alcohol. നല്ലോണം ഓർമ്മയുണ്ടാവണം. ഫോമാൽഡിഹൈഡ് മാത്രം, ആൽഡിഹൈഡ്സിൽ ഫോമാൽഡിഹൈഡ് മാത്രം. മെഥനാൽ ഒരു കാർബണാറ്റമുള്ള ആൽഡിഹൈഡിൻ്റെ കോമൺ നെയിം ഫോമാൽഡിഹൈഡ്, IUPAC നെയിം മെഥനാൽ. മീഥേനിലെ ഈ കളഞ്ഞ് AL ആൽഡിഹൈഡിൻ്റെ AL ആഡ് ചെയ്തത്. മെഥനാൽ ഓൺ റിയാക്ഷൻ വിത്ത് ഗ്രിഗ്നാർഡ് റിയേജൻ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ഗിവ് പ്രൈമറി ആൽക്കഹോൾ. ക്ലിയർ അല്ലേ? പ്രൈമറി ആൽക്കഹോൾ എങ്ങനെ ആൽഡിഹൈഡിൽ നിന്ന് പ്രിപ്പയർ ചെയ്യും? ഫോമാൽഡിഹൈഡ് തന്നെ എടുക്കണം. ഏത് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഗ്രിഗ്നാർഡ് റിയേജൻറ്റിലെ 6 നമുക്ക് ഏത് വേണമെങ്കിൽ ആവാം. ഒരു ഈവൻ അരോമാറ്റിക് ഗ്രൂപ്പ് വരെ ആവാം. RMGX അല്ലെങ്കിൽ ARMGX. ഇതാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് കിട്ടും. സോ ഇവിടെ C6H5 ആണെങ്കിൽ പോലും C6H5CH2OH ബെൻസൈൽ ആൽക്കഹോൾ എന്നുള്ള പ്രൊഡക്റ്റ് കിട്ടും. ഇവിടെ R എന്നുള്ളത് CH3 ആണെങ്കിൽ CH3CH2OH ഈഥൈൽ ആൽക്കഹോൾ കിട്ടും. അപ്പം നമുക്ക് ഏതാണോ റിക്വയർഡ് പ്രൊഡക്റ്റ് എങ്കിൽ അതിനനുസരിച്ചുള്ള 6 സെലക്ട് ചെയ്ത് സ്യൂട്ടബിൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് സെലക്ട് ചെയ്തിട്ട് റിക്വയർഡ് പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ ഇതാണ് ആദ്യത്തെ മെത്തേഡ്. ഇനി നമ്മൾ ഇതിന് പകരം ഫോമാൽഡിഹൈഡിന് പകരം നമ്മൾ നെക്സ്റ്റ് ഹയർ ഹോമലോഗ് ഏതാ വരിക? CH3CHO. നെക്സ്റ്റ് ഹയർ ഹോമലോഗ് CH3CHO എടുത്തു. RMGX ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഈ കോമ്പൗണ്ട് ഏതാണ്? CH3CHO ഈസ് അസറ്റാൽഡിഹൈഡ്. എത്തനാൽ 2 കാർബണാറ്റ് ഉള്ളത് അസറ്റാൽഡിഹൈഡ്. ഓൺ ട്രീറ്റിംഗ് വിത്ത് ഗ്രിഗ്നാർഡ് റിയേജൻ ഫോംസ്. നോക്കൂ ഇവിടെ എന്താ വരുന്നത്? CH3 CH ഓൾറെഡി ഇതിലുള്ളതാണത്. ഡബിൾ ബോണ്ട് ബ്രേക്കായി. ഓക്സിജനിലേക്ക് MgX ആഡ് ചെയ്തു, കാർബണിലേക്ക് ആൽക്കൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്തു. ഇനി അതിനെ വീണ്ടും നമ്മൾ ഹൈഡ്രലൈസ് ചെയ്യുന്നു. ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഇതേപോലെ CH3CH മാറ്റി എഴുതാം. CH3CH R OH plus MgOH-X. See, here the OH carrying carbon is bonded to 1 and 2 carbon atom. So this is a secondary alcohol. So from this we can understand that any aldehyde other than formaldehyde, formaldehyde allade ഏത് ആൽഡിഹൈഡും when treated with a Grignard reagent followed by hydrolysis gives a secondary alcohol. അപ്പോൾ ഏത് സെക്കൻഡറി ആൽക്കഹോൾ വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗ്രിഗ്നാർഡ് റിയേജൻ്റ് R ഗ്രൂപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഏത് ആൽഡിഹൈഡ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അസറ്റാൽഡിഹൈഡ് ഇതിൻ്റെ നെക്സ്റ്റ് ഹയർ ഹോമലോഗ് CH3CH2CHO അത് നമുക്ക് പ്രൊപ്പനാൽ അത് നമുക്ക് യൂസ് ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് റിക്വയർഡ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ റിക്വയർഡ് പ്രൊഡക്റ്റിനനുസരിച്ച് നമുക്ക് റിയേജൻസ് സെലക്ട് ചെയ്യേണ്ടി വരും. എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ഏതാ നോക്കുക, അതിനനുസരിച്ചിട്ടുള്ള റിയേജൻ സെലക്ട് ചെയ്യുക, റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുക. എന്തായാലും റിയാക്ഷൻ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഗ്രിഗ്നാർഡ് റിയേജൻ്റായിട്ട് റീട്രീറ്റ് ചെയ്യുക, ഒരു അഡക്റ്റ് ഫോം ചെയ്യും. അതിനുശേഷം ഹൈഡ്രോളിസിസ് ഗിവ് ദ കറസ്പോണ്ടിങ് ആൽക്കഹോൾ. ഇനി നമുക്ക് ആൽഡിഹൈഡിന് പകരം ഒരു കീറ്റോൺ എടുക്കാം. എന്താണ് ആൽഡിഹൈഡും കീറ്റോണും തമ്മിലുള്ള ഡിഫറൻസ്? ആൽഡിഹൈഡിൽ നോക്കൂ, ഇപ്പോൾ CH3CHO അസറ്റാൽഡിഹൈഡിൽ ഈ കാർബണിലേക്ക് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഡബിൾ ബോണ്ടോ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ആണ്. അതിന് പകരം എന്തായിരിക്കും ഒരു കീറ്റോണിൽ വരുന്നത്? കീറ്റോണിലാണെങ്കിൽ ഹൈഡ്രജന് പകരം വീണ്ടും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് തന്നെ വരുന്നു അവിടെ. സോ CH3C ഡബിൾ ബോണ്ട് O CH3. ഇപ്പോൾ ഇത് കീറ്റോണായില്ലേ? ഈ എച്ചിന് പകരം ഒരു ആൽക്കൈൽ ഗ്രൂപ്പാണ് വന്നത് CH3COCH3 വിച്ച് ഈസ് ദ സിംപ്ലസ്റ്റ് കീറ്റോൺ അസറ്റോൺ അല്ലെങ്കിൽ പ്രൊപ്പാൻ 2-on എന്ന് പറയാം. 1, 2, 3 ആണ്. സോ ഇറ്റ് ഈസ് പ്രൊപ്പാൻ. സെക്കൻഡ് കാർബണത്തിൽ
കീറ്റോണിൻ്റെ ONE. പ്രൊപ്പാൻ ടുവോൺ ആണ്, അല്ലെങ്കിൽ അസറ്റോൺ എന്ന് പറയാം. ഈ അസറ്റോണിനെ എഗെയിൻ നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, RMgX ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ട്രീറ്റ് ചെയ്യുമ്പോൾ സെയിം ടൈപ്പ് ഓഫ് റിയാക്ഷൻ, ഡബിൾ ബോണ്ട് ബ്രേക്സ്, MgX ഗെറ്റ് ബോണ്ടഡ് ടു oxygen atom, R get bonded to carbon atom. So what we get is CH3, CH3, O, MgX, here R. Just carry out hydrolysis, HOH add here. So what we get is CH3, CH3, OH, R, then MgOH, X. Now see this alcohol. ഈ alcohol നോക്കൂ, OH carrying carbon is bonded to 3 other carbon atom. Hence it is a tertiary alcohol. Tertiary alcohol. So from this we can understand that any ketone on treating with Grignard reagent followed by hydrolysis gives a tertiary alcohol. So we can prepare a primary, secondary and tertiary alcohol by using Grignard reagent. To get a primary alcohol, treat formaldehyde with the Grignard reagent, then carry out hydrolysis. To get a secondary alcohol, treat Grignard reagent with any aldehyde other than formaldehyde. And to get a tertiary alcohol, a ketone is treated with a Grignard reagent and hydrolysis followed by hydrolysis. So a tertiary alcohol is obtained. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾസിലേക്കാണ്. ഫീനോൾ, ബെൻസീൻ റിങ്ങിൽ OH ഗ്രൂപ്പ് H റീപ്ലേസ് ചെയ്തിട്ട് OH വന്നു കഴിഞ്ഞാൽ അത് ഫീനോളാണ്. ഈ ഫീനോളിനെ കാർബോളിക് ആസിഡ് എന്നുള്ള പേരിലും കൂടിയും പറയുന്നുണ്ട്. ഫീനോൾ ഈസ് ഓൾസോ നോൺ ആസ് കാർബോളിക് ആസിഡ്. ആദ്യകാലങ്ങളിൽ അത് പ്രിപ്പയർ ചെയ്തിരുന്നത് കോൾട്ടാറിൽ നിന്നാണ്. ഫീനോൾ പ്രിപ്പയർ ചെയ്തിരുന്നത് കോൾട്ടാറിൽ നിന്നാണ്. ഇപ്പോൾ സിന്തറ്റിക് ആയിട്ടാണ് ഫീനോൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഫീനോള് പ്രിപ്പയർ ചെയ്യുന്നതിന് ഫസ്റ്റ് മെത്തേഡ് നമുക്ക് പഠിക്കാനുള്ളത് ഫ്രം ക്ലോറോബെൻസീനിൽ നിന്നാണ്. ക്ലോറോബെൻസീനിൽ നിന്ന് നമുക്ക് ഫീനോൾ പ്രിപ്പയർ ചെയ്യാം. ഈ Cl മാറി OH വന്നാൽ മതി. ബട്ട് അത് ഒരു ഒട്ടും എളുപ്പമല്ല ക്ലോറിനെ ഇവിടുന്ന് റീപ്ലേസ് ചെയ്ത് OH വരാൻ. കാരണം ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് ക്ലോറിനെ റിമൂവ് ചെയ്യുന്ന പോലെ ഈസി ആയിട്ട് ഹാലോ അരീൻസിൽ നിന്ന് ക്ലോറിനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഉള്ളിൽ ക്ലോറിൻ്റെ മുകളിലുള്ള ലോൺ പെയർ ഉപയോഗിച്ച് റെസനൻസ് ഒക്കെ നടക്കും. അപ്പോൾ ഇവിടെ ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടറൊക്കെ വരും. അതുകൊണ്ട് ക്ലോറിനെ റിമൂവ് ചെയ്യുക എന്നുള്ളത് എളുപ്പമല്ല. അതുകൂടാണ്ട് ഈ കാർബൺ ആറ്റം sp2 ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് sp2 ആണ്. അപ്പോൾ ഈ ക്ലോറിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ഈ ബോണ്ടിലുള്ള ഇലക്ട്രോൺ പെയറിനെ കൂടുതൽ നന്നായിട്ട് അത് അട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ടും പറ്റില്ല. പിന്നെ ബൈ ചാൻസ് ക്ലോറിൻ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും. ഒരു പോസിറ്റീവ് ചാർജ് ഓൺ ബെൻസീൻ റിംഗ് ഈസ് നോട്ട് അറ്റ് ഓൾ സ്റ്റേബിൾ. അപ്പോൾ അതുകൊണ്ട് ക്ലോറിനെ റിമൂവ് ചെയ്ത് OHനെ വരുത്തുക എന്നുള്ളത് എളുപ്പത്തിലുള്ള കാര്യമല്ല. എങ്കിലും ഡ്രാസ്റ്റിക് കണ്ടീഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോറിൻ ക്യാൻ ബി റീപ്ലേസ് വിത്ത് OH. ഫോർ ദാറ്റ് ദിസ് ക്ലോറോബെൻസീൻ ഈസ് ട്രീറ്റഡ് വിത്ത് sodium hydroxide, strong alkali, at 623 Kelvin and 300 atmospheric pressure. Treat ചെയ്ത് കഴിഞ്ഞാൽ first of all sodium phenoxide is formed. Chlorine is replaced with ONA. Sodium phenoxide is formed, which on hydrolysis in presence of acid hydrolysis gives, ഇങ്ങനെ എഴുതിയാൽ മതി, gives phenol. So phenol prepare ചെയ്യാനുള്ള first method from chlorobenzene. Chlorobenzene on treating with sodium hydroxide at 623 Kelvin, 300 atmospheric pressure gives sodium phenoxide. This sodium phenoxide on acid hydrolysis give phenol. This is the first method. Second, from benzene itself. Benzene on treating with oleum.
പഠിച്ചതാണ് ഒലിയം H2SO7. ഒലിയമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ what we get is benzene sulfonic acid. Benzene sulfonic acid. Benzene when treated with oleum gives benzene sulfonic acid, which on treating with sodium hydroxide gives sodium phenoxide, and which on further hydrolysis in presence of acid gives, രണ്ടും കൂടി ഒരുമിച്ച് എഴുതി ഒറ്റ സ്റ്റെപ്പിൽ എഴുതി, gives phenol. This is second method. First from chlorobenzene, second from benzene itself, and next is from benzene diazonium chloride. Benzene diazonium chloride is prepared from aniline. So നമുക്ക് അനിലിനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. Aniline, aromatic amine, simplest aromatic amine is aniline. Aniline. This is the simplest aromatic amine, NH2 function group amine. Aniline on treating with sodium nitrite and HCl. ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ HNO2 നൈട്രസ് ആസിഡ് ഫോം ചെയ്യും. സോ നൈട്രസ് ആസിഡ് സ്റ്റേബിൾ അല്ലാത്ത കാരണം നമ്മൾ ഏത് സമയത്താണോ ആവശ്യമുള്ളത് ആ സമയത്ത് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യും. അപ്പോൾ സോഡിയം നൈട്രൈറ്റ് ആൻഡ് NaNO2 ആണ്, സോഡിയം നൈട്രൈറ്റ് ആണ്. സോഡിയം നൈട്രൈറ്റ് ആൻഡ് HCl ട്രീറ്റ് ചെയ്യുമ്പോൾ നൈട്രസ് ആസിഡ് ഫോം ചെയ്യും. എന്നിട്ട് ടെമ്പറേച്ചർ മസ്റ്റ് ബി ബിലോ 5 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് ഈസ് 273 to 278 കെൽവിൻ. ഈ ടെമ്പറേച്ചറിലാണ് ഈ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്നു ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്നുള്ളൊരു സോൾട്ട് ഫോം ചെയ്യുന്നു. N2+Cl-. ഈ സോൾട്ട് ഫോം ചെയ്യുന്നു. കാരണം അനിലിൻ എന്ന് പറഞ്ഞ ബേസാണ്, ആസിഡായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡ് ആൻഡ് ബേസ് റിയാക്ട് ടു ഫോം സോൾട്ട്. ഇവിടെ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്നുള്ള സോൾട്ട് ഫോം ചെയ്യുന്നു. ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സോൾട്ടാണ്. ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് മെനി അതർ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഫീനോളാണ്. വേറെ ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനും ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഈ റിയാക്ഷന് പറയുന്ന പേര് ഡയാസോട്ടൈസേഷൻ റിയാക്ഷൻ എന്നാണ്. ഡയാസോട്ടൈസേഷൻ റിയാക്ഷൻ എന്താണ്? അനിലിൻ when treated with sodium nitrite and HCl, that is with HNO2 at 273 to 278 Kelvin, benzene diazonium chloride is formed. This reaction is called diazotization reaction. മറക്കാൻ പാടില്ല, കൃത്യമായിട്ട് പഠിക്കുക. ഡയാസോട്ടൈസേഷൻ. ഇനി ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ ജസ്റ്റ് വാട്ടർ വെച്ച് വാം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ on warming with water gives phenol. Benzene diazonium chloride on warming with water gives phenol. ഇതാണ് അടുത്ത മെത്തേഡ്. അപ്പോൾ നമ്മൾ 3 മെത്തേഡ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഫീനോളിൻ്റെ മാനുഫാക്ചറാണ് പറയാൻ പോകുന്നത്. മാനുഫാക്ചർ ചെയ്യുമ്പോൾ ദറ്റ് ഈസ് കമേഴ്സ്യൽ പ്രിപ്പറേഷനാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് ഐസോപ്രൊപ്പൈൽ ബെൻസീൻ അല്ലെങ്കിൽ ക്യുമീൻ എന്നാണ് കോമൺ ആയിട്ട് അറിയുന്നത്. അതിനെ ഐസോപ്രൊപ്പൈൽ ബെൻസീൻ. ഇതല്ലേ ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ്? CH3 ട്വൈസ് CH ആണല്ലോ ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ്. സോ ഐസോപ്രൊപ്പൈൽ ബെൻസീൻ ഒരു ഹൈഡ്രോ കാർബൺ മാത്രമാണിത്, ഹൈഡ്രജനും കാർബണും മാത്രമേ ഉള്ളൂ. ഈ ഐസോപ്രൊപ്പൈൽ ബെൻസീൻ്റെ കോമൺ നെയിമാണ് ക്യുമീൻ. ഈ ക്യുമീനിൽ നിന്നാണ് ഫീനോൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ക്യുമീൻ ഈസ് സബ്ജക്റ്റഡ് ടു എയർ ഓക്സിഡേഷൻ. എയർ ഓക്സിഡേഷനാണ് ചെയ്യുന്നത്. സോ ഓക്സിഡേഷൻ, ഓക്സിജൻ അഡീഷനാണ് ഇവിടെ നടക്കുന്നത്. സോ വാട്ട് വി ഗെറ്റ് ഈസ് CH3OOH. പെറോക്സൈഡ് ഫോം ചെയ്യുന്നു. ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ് ഫോം ചെയ്യുന്നു.
ക്യുമീൻ ഓൺ എയർ ഓക്സിഡേഷൻ ഗിവ്സ് 2 ഓക്സിജൻ ആറ്റം ഇവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ് ഈസ് ഫോംഡ്. ദിസ് ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ് ഓൺ ആസിഡ് ഹൈഡ്രോളിസിസ് ഗിവ്സ് 2 ഇമ്പോർട്ടൻറ്റ് പ്രോഡക്റ്റ്. നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫീനോളാണ്. സോ ഫീനോൾ ഈസ് ഒബ്റ്റെയിൻ. എലോങ് വിത്ത് ദാറ്റ് CH3CO, CH3 is also formed. CH3CO, CH3CO, CH3 which is called acetone. So ക്യുമീൻ ഫീനോൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ, ക്യുമീനിൽ നിന്നും മാനുഫാക്ചർ ചെയ്യുമ്പോൾ വേറൊരു ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് കൂടി ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ആ കോമ്പൗണ്ടാണ് അസറ്റോൺ. മെയിനായിട്ട് നമുക്ക് കിട്ടുന്നത് ഫീനോൾ തന്നെ. ഫീനോളാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. സോ ഇതാണ് 4 മെത്തേഡ്സാണ് ഫീനോളിൻ്റെ പ്രിപ്പറേഷനിൽ പറയുന്നത്. അതിൽ ഒരെണ്ണം മാനുഫാക്ചറിങ് മെത്തേഡാണ്. അപ്പോൾ ഫീനോൾ നമ്മൾ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ് മാനുഫാക്ചർ എല്ലാ മെത്തേഡും കൃത്യമായിട്ട് ഓർക്കുക. ആൽക്കഹോൾസിൻ്റെ ഫസ്റ്റ് ആൽക്കീൻ 2 മെത്തേഡാണ്. ആസിഡ് ഹൈഡ്രോളിസിസ്, രണ്ടാമത്തേത് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ. പിന്നെ സെക്കൻഡ് മെത്തേഡ് ഫ്രം കാർബണിൽ കോമ്പൗണ്ട്സ് ആണ്, ഫ്രം ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ് എക്സെട്ര. മൂന്നാമത്തെ മെത്തേഡ് പറയുന്നത് ബൈ യൂസിങ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഫീനോളാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കാർബോളിക് ആസിഡ്, ക്യാൻ ബി പ്രിപ്പയർഡ് ഇൻ 4 ways. ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.